കോട്ടയം മുണ്ടക്കയം പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായ തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറിയെന്ന പ്രാഥമിക നിഗമനം. കസ്റ്റഡിയിലെടുത്ത ഒരാളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇന്നലെ രാത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. ഹരിതകർമ്മസേന മാലിന്യങ്ങളടക്കം സൂക്ഷിച്ച സ്ഥലത്താണ് തീ പടർന്നത്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രനുണ്ട്. സനോജ്, ഇന്നലെയൊക്കെ തന്നെ ഈ തീപിടുത്തത്തിൽ ഒരു അട്ടിമറി ശ്രമം ഉണ്ടായോ എന്നുള്ളതൊരു സംശയമായൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പോലീസ് എങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്? ഈ ചോദ്യം ചെയ്യൽ എങ്ങനെ? പക്ഷേ ഇതിൽ ഒരു അട്ടിമറി സാധ്യത ഉണ്ടായിട്ടുണ്ടാവാമെന്ന് സംശയിക്കാൻ ഇടയാക്കിയ കാരണമെന്ന് പറയപ്പെടുന്നത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് ഈ ഹരിത കർമ്മസേനയുടെ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഇവിടെ വൈദ്യുതി ബന്ധം ഉണ്ടായിരുന്നില്ല. ആ നിലയിൽ വൈദ്യുതി ബന്ധം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് ഇതിൻ്റെ ഒരു കാരണമാവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറി സാധ്യത ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള സംശയമുണ്ടായത്. വലിയ സ്ഫോടനാത്മകമായ ശബ്ദത്തോടു കൂടിയാണ് തീ പടർന്നത് എന്നതാണ് പ്രദേശവാസികൾ നൽകിയിട്ടുള്ള മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരാളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുകയും ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പ്രദേശത്തേക്ക് കടന്നു പോവുകയും ചെയ്യുന്നത് കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ പോലീസും വ്യാപാരികളും ചേർന്ന് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് വിശദമായ രീതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു വരുന്നത്. ഇപ്പോൾ ഇദ്ദേഹം മുണ്ടക്കയം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇതിന് പിന്നിൽ ഒരു അട്ടിമറി ഉണ്ട് എന്ന ബലമായ സംശയത്തിൽ തന്നെയാണ് മുണ്ടക്കയം പഞ്ചായത്ത് അധികാരികളും ഉള്ളത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രാത്രിയിലാണ് ഈ തീപിടുത്തമുണ്ടായത്. വലിയ തോതിലുള്ള തീപിടുത്തമാണ്. തീ പടർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് സംഭവ സ്ഥലത്തെത്തുകയും പിന്നീട് തീ നിയന്ത്രണ വിധേയമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ തീ വ്യാപിച്ചതോടുകൂടി പീരുമേട്ടിൽ നിന്നും ഈരാറ്റുപേട്ടയിൽ നിന്നും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് സംഭവ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. രാത്രി വൈകിയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ഇതിനിടയിലാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാളെ കാണുകയും അയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇയാളെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് വർഷ. കോട്ടയം മുണ്ടക്കയത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഇപ്പോൾ അട്ടിമറി ശ്രമം എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കാരണം രണ്ടാം നിലയിലാണ് തീപിടുത്തമുണ്ടായത് കോംപ്ലക്സിന്റെ. അവിടെ ഈ വൈദ്യുതി ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അവിടെ തീ പിടിച്ചത് എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ പ്രതിയിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തിയിട്ടുള്ളത് എന്നതുകൂടിയുണ്ട്. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.